പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ദുബായിലെ വ്യാപാരികൾ സ്വർണം വൻ ഡിസ്കൗണ്ടിൽ വിറ്റഴിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഷിപ്പിംഗ് നിരക്കും ഇൻഷുറൻസും കുതിച്ചുയർന്നതോടെ സ്വർണം വാങ്ങാൻ ഇന്ത്യ അടക്കമുള്ള വിപണികളിലെ വ്യാപാരികൾ തയ്യാറാകുന്നില്ല. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കപ്പൽ വിമാനമാർഗങ്ങളിലൂടെ ചരക്കു നീക്കം നിശ്ചലമായിരിക്കുകയാണ്. ഇതോടെ ദുബായിലെ വ്യാപാരികൾ സ്വർണം വൻ ഡിസ്കൗണ്ടിൽ വിറ്റഴിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഷിപ്പിംഗ് നിരക്കും ഇൻഷുറൻസും കുതിച്ചുയർന്നതോടെ സ്വർണം വാങ്ങാൻ ഇന്ത്യ അടക്കമുള്ള വിപണികളിലെ വിൽപ്പനക്കാർ തയ്യാറാകുന്നില്ല. മാത്രമല്ല, വാങ്ങൽ കരാറുകൾ പുതുക്കാനും ഉപഭോക്താക്കൾ മടിക്കുന്നു. $30 വരെ വിലയിളവാണ് ഒരു ഔൺസിന് വൻകിട സ്ഥാപനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. അതായത് ഏകദേശം 2770 രൂപയുടെ കുറവ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ വ്യാപാര ഹബ്ബാണ് ദുബായ്. സ്വർണം സൂക്ഷിക്കുന്നതിനുള്ള അധിക ചെലവും സുരക്ഷിതത്വവും കണക്കിലെടുക്കുമ്പോൾ വിലയിളവ് നൽകി സ്വർണം വിൽക്കുന്നതാണ് ലാഭമെന്ന് വ്യാപാരികൾ പറയുന്നു. അതേസമയം നിലവിൽ ഇന്ത്യയിലെ സ്വർണ്ണ വിപണിയിൽ വിതരണ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട്. എന്നാൽ പ്രതിസന്ധി അനിശ്ചിതമായി നീണ്ടാൽ സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയുടെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തിലും നിമിഷങ്ങൾക്കുള്ളിൽ സ്വർണം പണമാക്കി മാറ്റാം എന്നതിനാൽ തന്നെ സ്വർണം വാങ്ങണമെന്ന തീരുമാനം ജനങ്ങൾക്കുള്ളിലുമുണ്ട്. അതേസമയം നിലവിലെ വിലവർധന മൂലം സാധാരണക്കാർക്കിടയിൽ നിന്ന് സ്വർണത്തെ അകറ്റുകയാണ്. ശനിയാഴ്ച സ്വർണ്ണവില ഉയർന്ന് 1,20,000 രൂപയിലേക്ക് എത്തിയിരുന്നുവെങ്കിലും ഇന്ന് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1,18,560 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. അതേസമയം യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വീണ്ടും വില ഉയരാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.